ഇതുണ്ടോ കിട്ടില്ല സാധനം കേട്ടോ. എന്നെ സൈസാ നോക്കിയേ. ഇതുണ്ടോ മിക്കവാറും എൻ്റെ കയ്യാക്കെ കയറും. എൻ്റെ പൊന്നു മറ്റേ ഞാൻ ഒരു ഉടുമ്പിനെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിന്ന് ചൂണ്ടയിട്ട് പിടിച്ച് മീനെ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു കൊട്ടയിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടോടാ, വലിയ സൂപ്പർ കുരി, കാരിയുടെ മുഴുപ്പ് കണ്ടോ. അത് കൂടാതെ ഉണ്ടല്ലോ വേറെ സാധനം കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ ഇന്ന് കയാക്കിങ്ങിന് പോയായിരുന്നു കേട്ടോ. അപ്പം അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ മാത്രം ആ സ്ഥലമൊക്കെ പോയി കണ്ടിട്ട് വാ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ ഒരു 7 സിറേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ ഞാനിപ്പോ ഇൻട്രോ എടുക്കുന്ന ഈ സ്ഥലം നിങ്ങൾ കണ്ടു. നമ്മളൊരു വലിയൊരു തോടിന്റെ നടുക്ക് നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. പക്ഷേ ഇൻട്രോ ഞാൻ ഏറ്റവും അവസാനമാണ് എടുക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഞാൻ ഇവിടെ എങ്ങനെയാണ് വന്നതെന്നും എന്തിനാണ് വന്നതെന്നും ഒക്കെ അറിയാൻ വേണ്ടി താല്പര്യം കാണും. നമ്മളിന്ന് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതേ കയാക്കിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ചൂണ്ട ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിന്ന് ഒരു ഫ്രോഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഫ്രോഗ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്കം ഫ്രോഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇതിൽ മീൻ കിട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യം കാണുമല്ലോ. അപ്പോൾ അതിനു മുമ്പുണ്ടല്ലോ നമ്മുടെ ഈ യാത്ര തുടങ്ങിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വാ. നമ്മൾ കയാക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ്. ലൈഫ് ജാക്കറ്റ് തന്നെ ഇവിടെ നിങ്ങൾ ഇടന്നാൽ മതി. അതിനൊരു ജസ്റ്റ് ഒന്ന് വെച്ച് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ കയാക്ക് ഇറക്കിയിട്ടുണ്ട്. മോനെ താങ്ക് യു സോ മച്ച്. പോവാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്താനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മേളിലുണ്ട്. നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പയ്യെ തുഴഞ്ഞുകൊഴഞ്ഞ് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പേഴ്സണലി കയാക്കിങ്ങിന് വരുന്നത്. നമ്മൾ സാധാരണ ഈ ചെറിയുടെ നടുക്കൂടെയൊക്കെ പോയി ചൂണ്ടയിടലാണ് പതിവ്. പക്ഷേ നമ്മളിപ്പോൾ ആ ചെന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ, അവിടെ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിറച്ച് നെല്ലിങ്ങനെ കതിരി കയറി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം പോയി. മീനാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷ്വൽ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും കരയ്ക്കൂടെയുള്ള വിഷ്വൽസാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കാണാത്തൊരു പെർസ്പെക്റ്റീവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിൽ. രസം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒത്തിരി ജീവികളെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കുയിലിരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു കുയിലിരിക്കുന്നുണ്ടോ. കുയിലിന് അധികം നേരിട്ട് കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. കൂടുതലായിട്ട് ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കാറുള്ളത് ഈ ഇരിക്കുന്ന ഒരു കുയിലാണ് കേട്ടോ. പറന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. കയാക്കിങ് ചെയ്താൽ മടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മടുക്കത്തില്ല. എല്ലാ ആക്ടിവിറ്റിയും പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വൺസ് ഇൻ എ വൈൽ ആണെങ്കിൽ നമ്മൾ ശരിക്കും മടുക്കും. നല്ല ഫിസിക്കൽ എക്സർഷൻ ഉണ്ടാകും. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് ശരിക്കും പറയാം. നിങ്ങൾ ആദ്യം നമ്മുടെ ഇൻട്രോയിൽ കണ്ട സ്ഥലം ഉണ്ടോ, ആ പുൽക്കെട്ടാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തോടിന് ഭയങ്കര വീതിയാണ് കേട്ടോ. എൻജിൻ വെച്ച ഒത്തിരി വള്ളങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളാദ്യം ഇതിൻ്റെ സെൻറ്ററിലേക്ക് പോകണം കേട്ടോ. ഇതുണ്ടോ, ആ 2 പുൽക്കെട്ടാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടുന്ന് മീൻ കിട്ടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഓ ഗൈസ്, ദാറ്റ്സ് എ ഫിഷ്. നമ്മളവിടെ ഒരു മീനിനെ ചെറുതായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, നമുക്കൊരു മീൻ മിസ്സായിരിക്കുകയാണ് കേട്ടോ അവിടുന്ന്. ഓക്കെ, നമ്മൾ ആ സ്ഥലം ഇനി 2 മിനിറ്റ് നേരത്തേക്ക് അറിയുന്നില്ല കേട്ടോ. നമ്മൾ ഈ ആമ്പലിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിങ്ങനെ അനങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഉടുമ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതുണ്ടോ, നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ മുങ്ങി കേട്ടോ. നമ്മളെ കണ്ടുകൊണ്ട് പുള്ളി മുങ്ങി പൊങ്ങി ഇതുണ്ടോ. നമുക്കിങ്ങനെ കയാക്കി പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഭയങ്കര മീൻ പിടുത്തക്കാരാണ് കേട്ടോ. പുള്ളി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും. ഞാൻ വിളിക്കുന്ന പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. സോ ഹി ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ. ഇതുണ്ടോ, കിട്ടില്ല സാധനം കേട്ടോ. എന്നെ സൈസാ നോക്കി. എൻ്റെ പൊന്നു മച്ചന്മാർ, ഈ സാധനത്തിന് ഇത്ര എൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. ഈസ് കമ്മിങ് വെരി ക്ലോസ്. ഞാനൊരു മനുഷ്യനാണ് ഇതുവരെ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു 2 മീറ്റർ ഇപ്പുറം പുള്ളി ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ ഒരിക്കലും ഉമ്മാർ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ഞാൻ പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പുള്ളി നീന്തട്ടെ. എൻ്റെ പേടി പുള്ളി എൻ്റെ കയാക്കെ കയറുമെന്നാണ്. പുള്ളി എൻ്റെ കയാക്കെ കയറാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണത്. ഇതുണ്ടോ, മിക്കവാറും എൻ്റെ കയാക്കെ കയറും. ഞാൻ ഇച്ചിരി അടുത്ത് ചെല്ലുവാണ്.
എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇതുവരെ ഞാൻ ഒരു ഉടുമ്പിന് ഇത്ര അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. നോ 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 നോ. പുള്ളി എൻ്റെ ചൂണ്ട ഇവിടെയുണ്ട് ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ, കയാക്കിങ്ങിലെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്ര അടുത്ത് ഇതിനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അനങ്ങാതിരിക്കുവാണെങ്കിൽ അതിൻ്റെ കയാക്കെ കയറിയാണ്. ഞാൻ പിന്നെ ചാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് അനക്കി എന്താണെന്ന് വെച്ചാൽ ആ പുള്ളി അവിടെ കയറുവാണേ. ഇൻ കേസ് വല്ലതും കയറി എൻ്റെ ഇതെല്ലാം കടികുമാരുടെ പല്ല് ഭയങ്കര ഷാർപ്പാണ്. കടിക്കുവാണെങ്കിൽ ഈ പറഞ്ഞാൽ ഞാൻ കയാക്കിയെന്ന് വെള്ളത്തിൽ പോകും. ക്യാമറയും ചൂണ്ട എല്ലാം കയ്യിലുണ്ട്. പുല്ലിനകത്തോട്ട് പോയിട്ടുണ്ട്. ഇതുവരെ ചൂണ്ടയിടാൻ വന്നതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കയാക്കിൽ പോകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ നീർനാനെ കണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കയാക്കിങ്ങിന് പോയതല്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയല്ലോ, ചുമ്മാ കയാക്കിന് വേണ്ടി പോയാണ്. നീർന നമ്മുടെ തൊട്ടടുത്ത്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇത് കണ്ടോ, ഇത് ഒരു 5 മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ പുള്ളി നമ്മുടെ കയാക്കിൽ കയറിയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് പോയി നോക്കണം കേട്ടോ. മീന. ഓ മൈ ഗോഡ് ഗൈസ്, പുല്ലേ കയറി പോയി കേട്ടോ. അവിടെ നിറച്ച് ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഈ പുല്ലെല്ലാം ഇവിടെ ഉണങ്ങിയതാണ്. അപ്പോൾ മീൻ അടിച്ച ഉടനെ ഞാൻ പുല്ലിനടക്കോട്ട് കയറി. അങ്ങനെ ഫസ്റ്റ് മീൻ നമ്മൾ മിസ്സാക്കിയിരിക്കുകയാണ്. മീനുകളെ സംബന്ധിച്ച് അവന്മാരുടെ ലക്കി ആയിട്ടുള്ള സാധനം പുല്ലാണ് കേട്ടോ. അതേ കയറി കഴിഞ്ഞാൽ അവന്മാർക്ക് ഒരു 90% അവന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഗൈസ്, ഇവിടുന്ന് ഒക്കെ മീൻ പോകുന്നുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് സീ. എൻ്റെ കൈ മടുത്തു, ശരിക്കും കൈ മടുത്തു. ഗൈസ്, മീനാണ്. ചേർമീൻ. വാ. അടിപൊളി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചേർമീൻ അടിപൊളി. ചാടല് ഞാൻ പിടിച്ചോട്ടെ. അപ്പം നമ്മൾ കയാക്കയിൽ പോയിട്ട് ആദ്യത്തെ ചേർമീൻ എന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവനെ ഹുക്കൊക്കെ നമ്മൾ അങ്ങ് കൈ കൊണ്ട് അങ്ങ് റിമൂവ് ചെയ്യാണ്. ഹുക്ക് റിമൂവർ നമ്മൾ എടുക്കുന്നില്ല. ഇവനെ ഈ ഫ്രോഗയിൽ കറക്റ്റ് ഹുക്കാണ് കേട്ടോ. ഫ്രോഗ് എന്നാൽ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ചേർമീൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. ചില സ്ഥലത്തൊക്കെ ചേറാൻ എന്നറിയപ്പെടുന്ന മീനാണ്. നമ്മളിവിടെ നേരെ ബാഗിലോട്ട് കയറ്റുവാണ്. അപ്പോൾ നമ്മൾ ഫ്രോഗ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. മീനിനെ നമ്മൾ ബാഗിനകത്ത് സേഫ് ആയിട്ട് ഇട്ടു. ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത ഇത് ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾ കണ്ടോ, എക്സ്ട്രീംലി സോഫ്റ്റ് ആണ്. അപ്പോൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ മീൻ ഹുക്കപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ വരുന്ന ഹുക്ക് ഉണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് ഹുക്കപ്പ് ചെയ്യുവാണെങ്കിൽ മീൻ പിന്നെ ഊരി പോകത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് ആണ്. ഇത് അമേരിക്കൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ താഴെ ലിങ്കിൽ ഒന്ന് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇതിന്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മീൻ കിട്ടി. ഇപ്പോൾ കയാക്ക് പൊക്കോണ്ടിരിക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടല്ലോ. എനിക്ക് ആക്ച്വലി പോകേണ്ടത് അങ്ങോട്ടാണ്. കയാക്ക് സ്വന്തമായിട്ട് എൻ്റെ പിന്നെയും മീൻ പിടിക്കാൻ വേണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പുണ്ടല്ലോ ജിനോശാസനം ചേച്ചി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നേരെ പോയിട്ട് അവർക്ക് എന്നാക്കെ മീൻ കിട്ടി നോക്കാം കേട്ടോ. ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ രണ്ടുപേരും ഒന്ന് വൻ മീൻ പിടുത്തമായിരുന്നു. ഞാൻ കണ്ടില്ല, നിങ്ങൾ ഇത്ര കണ്ടില്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, നല്ല ഇഷ്ടം പോലെ നല്ല അടിപൊളി വെള്ളക്കൂരിയാണ് കേട്ടോ. നിറച്ച് വെള്ളക്കൂരിയാണ്, കുറച്ച് കാരിയുണ്ട്. അപ്പൊ നമുക്ക് വറക്കാനുള്ള മീൻ എന്താണെങ്കിലും ചേച്ചി അവിടെ നിന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ബാബാ ചേച്ചി, ഇവ ഞങ്ങളോട് പറഞ്ഞില്ലല്ലേ? അപ്പൊ കണ്ടല്ലോ നമ്മുടെ മീൻ പിടുത്തം കാര്യങ്ങളൊക്കെ. നമ്മുടെ മീൻ എടുക്കാൻ വേണ്ടി പോകണം. ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും ഒന്ന് പൊരിക്കാൻ മാത്രമുണ്ട്. കുറെ നാളെ ചെറിയ പിടിച്ചിരിക്കുവാണ്. ഇത് കണ്ടോ. ആ മമ്മി, നമുക്ക് ഇതിനെ എല്ലാം കൂടെ വെട്ടി കറിയോ ഫ്രൈയോ ഒക്കെ ആക്കാം കേട്ടോ.
എത്ര എടുക്കും മതിയോ? ഞാൻ എടുത്തോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് മമ്മി മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മീൻ നന്നായിട്ട് ക്ലീൻ ആവും. അതിനുശേഷം മീൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ മീൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മളൊരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ അപ്പം നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടുവാണ്. ഇത് കണ്ടല്ലോ, ആവശ്യത്തിന് മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടല്ലോ. അതിനുശേഷം അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല കേട്ടോ, നമ്മളൊരു ലേശം ചേർക്കുന്നുള്ളൂ. ഒരു നാരങ്ങ എടുത്തിട്ട് അങ്ങ് പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു നാരങ്ങയുടെ വെള്ളം കൂട്ടിയാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പറഞ്ഞ പോലെ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കഷ്ണത്തിന്റെ ഇടയ്ക്കും ഒക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യുക. അങ്ങനെയുണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് വേണം? ഒരു 10 മിനിറ്റ്. നമ്മൾ തീരെ കനമുറച്ചാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ടല്ലേ? ഒരു 5 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ മീനിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് നമ്മൾ അടുപ്പ് കത്തിക്കുവാണ്. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മീൻ ഇരിക്കുന്ന നോക്കിയേ, നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ഗ്യാപ്പിലുണ്ടല്ലോ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കല്ലേരിട്ട് ചതച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലേരിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ മീനിന്റെ ഓരോ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് എടുത്ത് വെക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് അങ്ങ് എടുത്ത് വെക്കുക. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും കറിവേപ്പിലയിലും ഇരുന്നാണ് മീൻ ഫ്രൈ ആവുന്നത്. അതുകൊണ്ട് തന്നെ മീനിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ 5 കഷ്ണമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 6 കഷ്ണം. ഇത് കണ്ടല്ലോ, നല്ല സ്മെല്ല് വരാൻ തുടങ്ങി കേട്ടോ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ. കൂടുതലായിട്ട് വരുന്ന ഈ പറഞ്ഞ പോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചേറുമീൻ 2 സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും മീൻ അടിപൊളിയായിട്ട് ഫ്രൈ ആവും. അപ്പം നമുക്ക് ഇന്നെ കഴിക്കാനുള്ള ചക്കപ്പുഴുക്കും ചേറുമീൻ വറുത്തതും പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. നമ്മൾ ചോറെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു തൊമ്മൻ എന്തെയ്യാന്ന്. തൊമ്മൻ എന്തായിരിക്കുന്നു? തൊമ്മൻ ക്യാമറയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ആളിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവനെ ആ വീഡിയോയിൽ അധികമായിട്ട് കാണിക്കാതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വീഡിയോസിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് തൊമ്മനായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചേഞ്ച് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ തൊമ്മനെ കുറച്ച് നാൾ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുമായിരുന്നു. ചെറുക്കാപ്പി ഇത് കണ്ടോ, എന്താണ് സംഭവം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറ തൊമ്മൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ തൊമ്മൻ ഇങ്ങനെ ചേച്ചിയുടെ കയ്യിലിരിക്കുവാണ്. അപ്പോൾ ഇവ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സംഭവം എന്ന് ഒന്ന് കടിച്ചു നോക്കിയാണ് എൻ്റെ ക്യാമറയിൽ. എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തത് തൊമ്മൻ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടത് നോക്കിയിരിക്കുകയാണ്. തൊമ്മൻ ഈ ക്യാമറ കണ്ടിട്ടില്ല. എൻ്റെ ഫോണായിരുന്നു ഇപ്പോൾ ചാടി കയറി കടിച്ചു കേട്ടോ. തൊമ്മ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത്. തൊമ്മ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. തൊമ്മനെ മറന്നു എന്ന് ചോദിച്ചു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. പുള്ളിക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഏച്ചി വന്നാലോ? അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് കഴിക്കാനുള്ള എന്നാക്കിയാന്ന് വെച്ചിട്ട് നമ്മുടെ ചേറുമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ചക്ക വിളമ്പി വെച്ചിട്ടുണ്ട്, ചക്ക വേവിച്ചത്. പിന്നെ നമുക്കൊരു ഇച്ചിരി ബീഫുണ്ട്, സാലഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ, ഇത് അച്ചാറ്. പിന്നെ നമ്മളൊരു ഇച്ചിരി ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ആരാ ആദ്യമേ ടേസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് കാണിച്ച് ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി നാരങ്ങ പിടിച്ച് ആ നാരങ്ങ എടുത്ത് ഇതിനാവശ്യം കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആവി വരുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പൊ ജിനാജൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. വായിന്ന് ആദ്യം ആവിയൊക്കെ പറഞ്ഞു വരുന്നത്. ഒത്തിരി നാളെ ചേറുമീൻ കഴിച്ചിട്ട് നമ്മൾ വരാറ് പിടിച്ച് കഴിച്ചത്. ചേറുമീൻ കഴിച്ചിട്ട് കുറെ നാളായി. ചേച്ചി നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, മമ്മി ചൂടാ, ഭയങ്കര ചൂടാ. ജിനോജൻ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ കയാക്കെ പോയി പിടിക്കുന്ന ആദ്യത്തെ ചെറുമീനാണ്. അപ്പൊ ഞാനിത് കഴിയുമ്പോഴേക്കും എനിക്ക് ടേസ്റ്റ് ഉറപ്പായിട്ടും കൂടും. ഇച്ചിരി ഇങ്ങോട്ട് ചെരിഞ്ഞു തരാമോ?
കപ്പ വേവിച്ചത് അടിപൊളിയാണോ കേട്ടോ. അപ്പൊ കപ്പ വേവിച്ചതിന്റെ കൂടി ഉറപ്പായിട്ട് നമ്മളിത് ഈ മീനോട് കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോറി, കപ്പയല്ല, ചക്ക. അപ്പൊ ചക്ക വേവിച്ചതും ചേറുമീനുമാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെയുണ്ട്, നല്ലതാണോ? സോറി, ചക്ക. പപ്പ ഓൾറെഡി ചക്ക തീർത്ത് കേട്ടോ. ചക്ക കൂട്ടിയാണ് കഴിക്കുന്നത്. ചക്കയും ചേർവില്ല, രണ്ട് ചായ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ് കേട്ടോ. എന്ത് വീഡിയോ ഞാൻ പറയുന്നത് സസ്പെൻസ് വീഡിയോ ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെവിൻ സെറേക്. മമ്മി, പപ്പ, ജിനോചാശൻ, ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എടുക്കണേ. അപ്പൊ ഇത് കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇന്ന് ചെറുപ്പം. അപ്പൊ ഈ ചേറുമീൻ കറിയും കൂടെ കൂട്ടിയിട്ടാണ് ഫ്രൈ. അടിപൊളി. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്.